Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. ഹായ് ജഡ്ജസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനു മുന്നേ എന്താ ചെയ്യേണ്ടത്? നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ ആരെങ്കിലും വിളിക്കണം പാടാൻ. നമ്മൾ ആദ്യം സൂപ്പർ ഓർക്കസ്ട്രേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, നമ്മുടെ ടീംസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, പിന്നെ നമ്മൾ അങ്ങ് തുടങ്ങണം. ഓക്കെ, അപ്പൊ സൂപ്പർ ഓർക്കസ്ട്ര വെൽക്കം. വണ്ടർഫുൾ വണ്ടർഫുൾ. One mood. ഓക്കെ, അപ്പൊ നമുക്ക് ടീമിനെ വെൽക്കം ചെയ്യാം. Yeah. അപ്പൊ UGS Gold Loan Mystic Ragas and Eastern Magic Beats. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ മുന്നേ ഫിൽമി ഡിവോഷണൽ റൗണ്ടില് മിസ്റ്റിക് രാഗാസിൽ നിന്നും കീർത്തിയാണ് പാടി നിർത്തിയത്. ഇനി നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കയറാണ്, മൈ മാസ്റ്റേഴ്സ്. ഓക്കെ, മൈ മാസ്റ്റേഴ്സ് റൗണ്ടിൽ ഫസ്റ്റ് മാജിക് ബീച്ചിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ അശ്വതി കുട്ടിയാണ്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം അശ്വതി. ഓമന തിങ്കൾ പക്ഷി തിങ്കൾ പക്ഷി നീല താമര കുളത്തിലെ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാമത്തിന് പേരെന്ത്? ഓമന തിങ്കൾ പക്ഷി നീല താമര കുളത്തിലെ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാമത്തിന് പേരെന്ത്? തിങ്കൾ പക്ഷി നീല താമര കുളത്തിലെ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാമത്തിന് പേരെന്ത്? താലോലം
പക്ഷി പെറ്റൊരു പാതിരാമുത്തിന് പേരെന്ത്? നൈസ് മോളെ. ആ ഗുഡ്. നൈസ് നൈസ് വെരി ഗുഡ് വെരി ഗുഡ്. അച്ചു ചേച്ചി അച്ചു അങ്ങ് പൊളിക്കായി ഈ ഷെഡ്യൂൾ അല്ലേ? എന്താ അച്ചു അറിയില്ല, അങ്ങനെ അങ്ങ് സംഭവിച്ചു പോകുന്നല്ലേ? ചെറുതായി. എന്തായാലും മൈ മാസ്റ്റേഴ്സ് റൗണ്ടില് നമ്മുടെയൊക്കെ ഫേവറേറ്റ് സലീൽദയുടെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് എടുത്തത് അല്ലേ? ചോദിക്കാം നമുക്ക്. ശരത് സർ. അച്ചു സാർ സുഖാണോ അച്ചു? സുഖമാണ് സാർ. അച്ചു കാര്യങ്ങൾ പറഞ്ഞേ. മ്യൂസിക് സലീൽ ചൗധരി സാറാണ്, ലിറിക്സ് വയലാർ രാമവർമ്മ സാറാണ്, പാടിയിരിക്കുന്നത് സുശീലാമ്മയാണ്, അയ്യോ മൂവി രാഗം. ആഹാ അത് ഈ സുശീലാമ്മന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു രോമാഞ്ചാടാ. ആ അമ്മയ്ക്ക് പകരം ഒന്നും ആരും ഇല്ല, ജനിച്ചിട്ടുമില്ല, ഇനി ജനിക്കത്തുമില്ല. ആ ഒരു ടോൺ, ആ ശ്രുതി, പിന്നെ അമ്മ പാടുന്നത്, അയ്യോ അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ അമ്മ ഇത്രയ്ക്ക് ഒരു അസാധ്യ ടാലൻ്റുള്ള പാട്ടുകാരിയാണെന്ന് അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴും ഞാൻ കാണുമ്പോഴും ഞാനും അമ്മയുടെ പാട്ടൊക്കെ ചിലത് പാടിക്കും, ഇതൊക്കെ അമ്മ നാനാ നാനാ ആ നല്ല ഇറക്ക് ശരത്. അത്ര ഒരു നിഷ്കളങ്കയായ അമ്മയാണ്. പിന്നെ എന്ത് കാണാൻ, എന്ത് ഐശ്വര്യ അമ്മ. പിന്നെ അതൊക്കെ ആലോചിച്ചു. പിന്നെ സലിത, അയ്യോ എൻ്റെ ദൈവമേ, ഒരു നിവൃത്തിയില്ല. എത്ര പാട്ട്. ഈ പാട്ടിൻ്റെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ നോക്ക്. സാഗരമേ ശാന്തമാകുന്നു, എത്ര പാട്ടുകൾ. നിങ്ങൾ ആ കിളിയൊക്കെ കേട്ടുണ്ടോ? ആ കിളിയെ അല്ല, കിളിയെ നീലാഞ്ചന പൈങ്കിളി. എന്തൊരു അയ്യോ. ക്രാഫ്റ്റാന്ന് കേൾക്കണ്ടത്. വാണിയമ്മയും ദാസേട്ടനും കൂടെ പാടിയത് കോറസ്. കോറസൊക്കെ അയ്യോ എന്ത് രസമാണെന്നറിയാ. കേക്ക് കേട്ടോ. അപ്പൊ അച്ചു മനോഹരമായിട്ട് പാടി അച്ചു. നല്ല സുഖമുണ്ടായിരുന്നു അച്ചു പാടുന്നത്. എനിക്ക് ആകെ പാടി എനിക്ക് ഗ്ലെയറിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, ഇളം തെന്നൽ ഉറങ്ങുമ്പോൾ, അതൊന്ന് പാടാമോ? നീനാരി നാനീ നീനാനീ. ആ നൈസ് നൈസ്. ഇതായിരുന്നു മോക്ക് അത് വരാതിരുന്നു, അതിങ്ങനെ കുഴഞ്ഞു മറിയാൻ. അതെന്താണ്? അത് നമുക്കൊരു 2 ലൈൻ ഒന്ന് വൃത്തിയായിട്ട് പാടിയാലോ? ക്ലാരിറ്റി അത് കേക്കണം. അങ്ങനെ ആവരുത്. നൈസ് 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 നൈസ്. അടുത്തത് എല്ലാം ഇത് തന്നെയാണ്. വണ്ടർഫുൾ 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 ബ്യൂട്ടിഫുൾ. അസാധ്യം. സലിതായിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും വക കോടി നമസ്കാരം. ഈ പാട്ടുണ്ടാക്കിയ എല്ലാവർക്കും താങ്ക് യു സർ. താങ്ക് യു. MG സർ. അച്ചു സാർ ബ്യൂട്ടിഫുൾ സെലക്ഷൻ, പറയാതിരിക്കാൻ വയ്യ. കാരണം എല്ലാവർക്കും അറിയാം, ഞാൻ ഏകദേശം 10-20 വർഷമായിട്ട് ഈ റിയാലിറ്റി ഷോയിലിരിക്കുക. കാരണം തുടക്കം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്, സലിൽദ എൻ്റെ ഒരു എന്താണ് ആത്മാവിൽ ഒട്ടിയിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സംഗീതവും മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള പാട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു പാട്ട് പോലും തുടക്കം മുതൽ അവസാനം വരെ, തുമ്പോളി കടപ്പുറം വരെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എല്ലാം ഹിറ്റാണ്. എല്ലാം അതെല്ലാം മലയാളികളും ഏറ്റെടുത്ത നെഞ്ചിലേറ്റിയ പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ. അത്രയ്ക്ക് ഗംഭീരമാണ്. പിന്നെ ചെമ്മീനിലെ പാട്ടുകൾ പറയേണ്ട കാര്യമില്ല അല്ലേ? നമ്മുടെ അതുപോലത്തെ ഒരു സൃഷ്ടി ഇനി ഉണ്ടാകുമോ? ആ സിനിമയും അതുപോലെ തന്നെ ആ റീ റെക്കോർഡിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ പാട്ടും. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇൻ മലയാളം ഇനി ഇറ്റ് വിൽ ഹാപ്പൻ. കാരണം ഇനി സലിത ഇല്ല ഇനി. പോട്ടെ, എന്തായാലും മോള് നന്നായിട്ട് പാടി കേട്ടോ. തുടക്കം ഇറ്റ് വാസ് വെരി ഗുഡ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അനുപല്ലവിയിലുള്ള 3-4 ലൈൻസ് കുറച്ച് ലൂസായിപ്പോയി, അത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അനുപല്ലവി കഴിഞ്ഞിട്ട് എൻഡ് വരുന്ന സ്ഥലത്ത് ഉപവസിക്കുവതാരോ ഇപ്പം പാടിച്ചപ്പോൾ പാടി, പക്ഷെ അതിനേക്കാട്ടിൽ ഒരു ഫീല് കൊടുത്തായിരുന്നു. ഉപവസിക്കുവതാരോ എന്ന് പറയുന്നത് അതൊന്നുകൂടെ പാടിക്കും, ആ ഫീലോടുകൂടി. കുറച്ചുകൂടെ ഹസ്കി ആക്കിക്കേ. ഉപവസിക്കുവതാരോ
നേരത്തെ ഇതിനെക്കാട്ടിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു രസമായിരുന്നു. ആരോ എന്നുള്ള ആ സംഭവം. വേണ്ട. ഇപ്പൊ ആരോ ആയി, കുഴപ്പമില്ല. പിന്നെ ഈ താലോലം ചരണത്തില് അത് കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ട് പാടിക്കുന്നു. പദനിസ നോട്ട് കറക്റ്റ്. ലോൽ ആ ആ രക്ഷപ്പെട്ടാ നിൽക്കുന്നു. മോളെ അവിടെ എല്ലാം അവിടെ ആയിരം പദനിസ അച്ചു ആദ്യം ഒന്ന് റിലാക്സ് ചെയ്യും. അപ്പ വന്ന പോലെ ഇപ്പൊ വരുന്നില്ല. അങ്ങനെ പാടില്ലല്ലോ. വരണല്ലോ. വരുത്തും. ശരി, എന്തായാലും ഞാൻ രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഉപസംഹരിക്കുകയാണ്. പെട്ടെന്ന് കാരണം മോളെ ഈ ഉപസംഹരിക്കണം. പാട്ട് ഇപ്പൊ ഇത്രയും പാടി നന്നായിട്ട് തന്നെ പാടി, കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ വേണം. കാരണം വേറൊന്നുമല്ല, ലാസ്റ്റ് പാടി നിർത്തിയത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് കേൾക്കണം. എൻഡ് പോർഷൻ ശ്രുതി ചേർന്നിട്ടില്ല. വായ് ആ എൻഡ് പോർഷൻ ഒന്ന് പാടി നിർത്തി. പെറ്റൊരു പാതി പെറ്റൊരു പാതിരാമുത്തിന് പേരെന്ത്? ഇങ്ങനെ നിർത്താമായിരുന്നു. ആഹാ, നൈസ് നൈസ് നൈസ്. മറ്റേത് പേരെന്ത് ഇങ്ങനെ താഴോട്ട് പോയി. പേരെന്തരെന്നായി? എന്തെങ്കിലും അപ്പൊ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. നല്ല പാട്ടുകാരിയാണ്, ഈ പാട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട്. ബട്ട് ചെറിയ 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 സംഭവങ്ങൾ ഒന്നുകൂടെ ടൈറ്റാക്കി അതിൻ്റെ നോട്ട്സും പെർഫെക്റ്റ് ആക്കി പോയി കഴിഞ്ഞാൽ ആഹാ എത്ര മനോഹരമായിരിക്കും. ഇപ്പോഴും മനോഹരമാണ്. എങ്കിലും മോളൊരു വളർന്നു വരുന്ന ഗായിക ആയതുകൊണ്ട് ഞങ്ങളെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. സ്വീകരിച്ചു. സ്വീകരിച്ചാൽ കൊള്ളാം, സന്തോഷം. അല്ല മോളെ, ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നല്ലൊരു പാട്ട് നമുക്ക് പാടാൻ കിട്ടുന്നത് അതെ. മഹാഭാഗ്യമാണ് കേട്ടോ. ഓക്കെ ചേച്ചി. അച്ചു നല്ല പാട്ട് സെലക്ഷൻ ആദ്യം തന്നെ പറയട്ടെ. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്. സൂപ്പർ സെലക്ഷൻ. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ പറ്റിയ ഒരു പാട്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഓർക്കസ്ട്രേഷൻ ശ്രദ്ധിച്ചോ? എന്തോ ഒരു നിഷ്കളങ്കതയുണ്ട്. ഇതുപോലത്തെ ഒരു മ്യൂസിക് വരും, നമുക്ക് ആ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഗ്രൂവിലേക്ക് അങ്ങ് ചെല്ലും. മലർക്കൊടി പോലെ പാട്ടുകളാണ്. എനിക്ക് മോള് പാടിയത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മനോഹരമായിട്ട് തന്നെ പാടി. എന്നാൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, മോളെ ഈ അക്ഷരങ്ങൾ പറയുമ്പോൾ ഉരങ്ങുമ്പോൾ റാ ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി. ഇതിപ്പം മോൾക്ക് വേണ്ടി, മോളുടെ ഒരു ഉന്നതിക്ക് വേണ്ടിയിട്ട് പറയുന്ന ഒരു ടിപ്പായിട്ട് മാത്രം എടുത്താൽ മതി. നമ്മൾ ആ ഒരു ഇത് പ്രത്യേകിച്ച് ഒരു അമ്മ പാടുന്ന പാട്ടല്ലേ, അപ്പൊ ഇത് പാടുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു മെച്യൂരിറ്റി അത് വരുന്നത്, ആ കോൺഫിഡൻസ്, ആ ഒരു ഒഴുക്ക്, ക്ലാരിറ്റി. നേരത്തെ പറഞ്ഞില്ലേ, സാർ പറഞ്ഞു കോൺസെൻട്രേഷൻ വേണമെന്ന് പറഞ്ഞില്ലേ, ആ കോൺസെൻട്രേഷൻ കുറച്ചുകൂടി ഉണ്ടെങ്കിലാണ് അതിനകത്ത് സുശീലാമ്മ കുറച്ച് എക്സ്ട്രാ സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഒന്ന് ഫൈൻ ആവാം. നന്നായി പാടി. മോളുടെ അച്ചുവിന്റെ ഒരു രീതിയിൽ തന്നെ അച്ചു ഭംഗിയായിട്ട് പാടി. പിന്നെ സുശീലാമ്മയുടെ ഒരു ഭയങ്കര ഒരു ക്വാളിറ്റിയാണ്. അമ്മ പാടുമ്പോൾ അമ്മയ്ക്ക് ഈ ഒതുക്കലില്ല, ഈ ഒരു ഒതുക്കിയിട്ടുള്ള അങ്ങനത്തെ ഒരു സാധനം ഇല്ല. അമ്മ അങ്ങ് പാടാണ്. ഓ മനത്തിങ്കൾ പക്ഷി എന്ന് പാടുമ്പോൾ അമ്മ അത് ഓപ്പൺ ആയിട്ടായിരിക്കും പാടുന്നത്. പക്ഷെ അതിനകത്ത് ആ വോയിസിലുള്ള ഒരു മാജിക് ഉണ്ട്. അപ്പൊ അത് ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. സിംഗേഴ്സിന്റെ ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള സിംഗേഴ്സിന്റെ പാട്ടുകൾ എടുത്ത് പഠിക്കുമ്പോൾ അവരുടെ പാടുന്ന രീതി കൂടി ഒന്ന് പഠിക്കുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു മോളെ. നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാൻ. നല്ല പാട്ട്, നന്നായി പാട്ട്. താങ്ക് യു ചേച്ചി. ക്യാപ്റ്റൻ. അച്ചു സാർ. ഉഗ്രനായിട്ട് പാടി അച്ചു. താങ്ക് യു സാർ. കഴിഞ്ഞ പാട്ട് ഏതായാലും ഓൾ ഇന്ത്യ ഏരിയല്ലേ, അത് എവിടെയോ കിടക്കുന്നു. ഇതിന്റെ 2 ആക്സസിലാണ് കിടക്കുന്നത് ഈ 2 പാട്ടുകളും. അത് രണ്ടും ഗംഭീരമായിട്ട് തന്നെ അച്ചു പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സാർ. അത് ട്രൈ ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ട് കേട്ടോ. അതായത് ഒരു ഭാഗത്ത് ഓൾറെഡി ട്രൈ ചെയ്തിട്ട് നേരെ ഇപ്പുറത്ത് വന്നിട്ട് ഓമന തിങ്കൾ പക്ഷി പാടാനുള്ള, അത് കാണിക്കാനുള്ള ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, അതിന് ഹാറ്റ്സ് ഓഫ്. അത് വേറൊന്നും പറയാനില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ശരത് സർ. അച്ചു, സാർ. സലലിത ഈ മലയാളത്തിന് വേണ്ടി കമ്പോസ് ചെയ്ത ഒരു പാട്ടുണ്ട്. മറ്റേതെല്ലാം അദ്ദേഹം ചെയ്ത ഹിന്ദിയിലും അദ്ദേഹത്തിൻ്റെ ബംഗാളിയിലൊക്കെ ചെയ്ത പാട്ടുകൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട് മലയാളത്തിന് വേണ്ടി. ഏതാണെന്നറിയാം? ഒരു പാട്ടേ അദ്ദേഹം മലയാളത്തിന് കമ്പോസ് ചെയ്തിട്ടുള്ളൂ.
ടീം നോക്കി എല്ലാരും തലേ തിരിച്ചു വെച്ചു. മാനസമൈനെ വരൂ. അജല് പറഞ്ഞു അജൽ പറഞ്ഞതാ. അജല് പറഞ്ഞു. അജലാണോ പറഞ്ഞത്? ഓ ഗ്രേറ്റ് അജൽ. മൈ ഗോഡ്. അതിൽ പാടുന്നതേ ഉള്ളൊരു സുഖപ്പെടാത്തത്. പിന്നെ ഇതിലൊക്കെ കില്ലാടിയാ. എൻസൈക്ലോപീഡിയ. ചക്കരെ അതൊക്കെ മനസ്സിലാക്കുക. മലയാളത്തിൽ ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ട് അദ്ദേഹം അത് ആരെ കൊണ്ടാ പാടിച്ചത്? മന്നാടെയാണ് ആ മലയാളം പാട്ട് ഒറിജിനൽ കമ്പോസ് ചെയ്തപ്പോൾ പാടിയത്. ഇതിൻ്റെ ഒരു ബംഗാളി വേർഷൻ ഉണ്ട്, അതേ പാട്ട്. അതാരാ പാടിയെന്നറിയാമോ? ദാസേട്ടൻ. ഇതൊക്കെ അറിഞ്ഞു വെക്കണം കേട്ടോ. ഓക്കെ സാർ. ഇതൊക്കെ കേൾക്കണം. ചക്കരെ അച്ചു സാർ 9.1. താങ്ക് യു സാർ. താങ്ക് യു സർ. MG സർ 9. താങ്ക് യു സാർ. അച്ചൂസിന്റെ മാർക്ക് ദാ Thank you, ma'am. കൂടത്തിലേക്ക്. താങ്ക് യു മാം. ഓക്കെ. സോ ടോട്ടൽ 18.1. Thank you. സൂപ്പർ. അപ്പൊ മാജിക് ബീറ്റ്സ് നമ്മുടെ അച്ഛന് 3 പെർഫോമൻസിനും 9 എബവ് മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓ ഗുഡ് ഗുഡ് ഗുഡ്. താങ്ക് യു. അപ്പൊ Very ഈ nice. ടോട്ടൽ സ്കോറിൽ ഏറ്റവും വലിയൊരു പങ്ക് നമ്മുടെ അച്ഛനുണ്ട്. ഓക്കെ ഉറപ്പായിട്ടും തീർച്ചയായും. ഓക്കേടാ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ജഡ്ജസ്, അപ്പൊ Yes, baby. മാജിക് ബീറ്റ്സിലെ പെർഫോമൻസ് നമ്മൾ കണ്ടു. ഇനി മിസ്റ്റർ രാഗാസിന്റെ പെർഫോമൻസ് കാണാം. Yeah. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം തേജസ്. രാവേറയായി പൂവേ പൊൻചെമ്പനീ പൂവേ ഒരു യാത്രികനീ വഴി പോകെ നടുത്തൊരു കാൽപ്പെരുമാറ്റം കേട്ടുണരും ഇരുൾ വീണ മനസ്സിലൊരു തിരീരൻ പൂവിര തൊട്ടൊഴിയൂ. രാവേറയായി പൂവേ പൊൻചെമ്പനീ പൂവേ നീ വരുമ്പോൾ മഞ്ഞുകാലം കൺതുറക്കുന്നു പൊൻവെയിൽ വന്നും അവയ്ക്കാൻ കാത്തു നിൽക്കുന്നു പറന്നു പോ പകൽ കിളി കൊഴിഞ്ഞതിൻ കുറുമ്പുകൾ തിരഞ്ഞു പോ വരും വരെ നിലാവ് കാത്തു നിൽക്കുമോ ഇതു വെറുതെ നിൻ മനസ്സലിയാനൊരു മഴയുടെ സംഗീതം രാവേറയായി പൂവേ പൊൻചെമ്പനീ പൂവേ
ഞാനൊരു പാവണ സംഗീതം രാവേറയായി പൂവേ പൊൻചെമ്പനീ പൂവേ ഒരു യാത്രികനീ വഴി പോകി നടുത്തൊരു കാൽത്തിരുമാറ്റം കേട്ടുണരും ഇരുവീണ മനസ്സിലൊരു തിരീരൻ പൂവിരൽ തൊഴിയൂ ഗുഡ് നൈസ് മോനെ, കുഴപ്പമൊന്നുമില്ല. Good, good. ഓക്കെ തേജസ്, എന്തോ സൂപ്പർ ആയിരുന്നു തേജസ്. എന്ത് പറ്റി? എന്തോ തൊണ്ടയിൽ എന്തോ ഒരു സലവേഷൻ പിടിച്ച പോലെ ഒരു തോന്നല്. പാറു ആ, സൂപ്പർ ആയിരുന്നു തേജസ്. Thank you. എന്ത് പറ്റി? പാടിയത് കൊറേയൊക്കെ നല്ലതായിരുന്നു. ഇടയ്ക്ക് നന്നായിട്ട് പാടിയെന്നാ. മാത്രം കുറച്ച് നന്നായിട്ട് പാടിയടാ. അതെ, പക്ഷെ ലാസ്റ്റ് ആയപ്പോഴേക്കും ഒന്ന് കുറച്ച് ലാസ്റ്റ് എൻഡ് മാത്രം കുറച്ച് സാരല്ല, കുഴപ്പമില്ല, ചോദിക്കാം. ചെയ്. പിന്നെ തേക്കുട്ടാന്ന് വിളിക്കുന്ന MG സാറിനോട് തന്നെ ചോദിക്കാം നമുക്ക്. MG സാർ, തേക്കുട്ടാ, എന്തോ ഡോണ്ട് വറി മുസ്തഫ. ഓക്കെ സാർ. കാലം നം തോടൻ മുസ്തഫ. തോഴൻ മുസ്തഫ. ഞാൻ ഉണ്ട് തോഴൻ മുസ്തഫ. ഡോണ്ട് വറി. ആ സൂപ്പർ ഓർക്കസ്ട്ര വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചു. പിന്നെ വിദ്യാസാഗറിനെ കുറിച്ച് പറഞ്ഞതിൽ ഒരുപാടുണ്ട്, പറഞ്ഞാൽ തീരില്ല. കാരണം ആദ്യം ഞാൻ വിദ്യാസാഗറിനെ പരിചയപ്പെടുന്നത് രാക്കോയിലിൻ രാഗസദസ്സിൽ എന്നുള്ള ഒരു സിനിമയ്ക്ക് ട്രിവാൻഡ്രത്ത് രാജാമണി, മ്യൂസിക് ഡയറക്ടർ രാജാമണി വിദ്യാസാഗറും കൂടെ വരുന്നു എൻ്റെ ചേട്ടനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് വൈബ്രോഫോൺ വായിക്കുന്നത് അദ്ദേഹമാണ്, ആര്, നമ്മുടെ വിദ്യാസാഗർ. വിദ്യാജി വൈബ്രോഫോൺ വായിക്കുന്നത് കേട്ടുണ്ടോ? ഒരു രക്ഷയില്ല. പാട്ട് ഇങ്ങനെ സംഗതി പോലും അതിനകത്ത് വായിക്കും, അത്രയ്ക്ക് ഗംഭീരമായിട്ട് വായിക്കും. അതിനുശേഷമാണ് പിന്നെ ഞാൻ മദ്രാസിൽ പോയിട്ട് പിന്നെ കണ്ണൂർ രാജ മാഷയുടെ പടത്തിൽ അസിസ്റ്റൻ്റായിട്ട് വരുന്നു. പിന്നെ അതിനുശേഷം വീണ്ടും എൻ്റെ ചേട്ടൻ്റെ ഒരു സിനിമയിൽ അദ്ദേഹം അസിസ്റ്റൻ്റായിട്ട് വരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം തമിഴിൽ പിന്നെ മലയാളത്തിൽ ഒക്കെ പ്രസിദ്ധനായി. ഇപ്പം ഹീസ് ദ ലീഡിങ് മ്യൂസിക് ഡയറക്ടർ ഇൻ തമിഴ്, കന്നഡ, തെലുങ്ക്, ഓൾസോ ഇൻ മലയാളം. അപ്പോൾ എന്തായാലും മോൻ ഇന്ന് പാടിയത് നല്ലൊരു സെലക്ഷനാണ്. കാരണം മധുവിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സാണ്, ബെസ്റ്റ് സോങ്സാണ്. നല്ല പവർഫുള്ളായിട്ട് പാടേണ്ട ഒരു പാട്ടാണ് അത്. മോൻ പവർഫുള്ളായിട്ട് പാടിയപ്പോൾ എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ, മോൻ്റെ ശബ്ദത്തിനാണ് എന്തോ ഒരു ഒരു ഈട് കുറവെന്നൊക്കെ പറയുമല്ലോ, ഞങ്ങൾ ഈ കച്ചേരി ഭാഷയാണ് ഒരു ഈട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഈട് കുറവ് ഫീൽ ചെയ്ത്, കുറച്ച് സ്ക്രാച്ചസ്. പിന്നെ ആ ശ്രുതി അങ്ങോട്ട് ആ ഓ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ശ്രുതി കൃത്യമായിട്ട് നിൽക്കണം, അവിടെ കുറച്ച് പ്രശ്നം. പിന്നീട് പറന്നു പോവും പകൽക്കിളി, അവിടെ ഇവിടെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ താളം കുറച്ചൊന്ന് നല്ല ടൈറ്റാണ് ഈ പാട്ട്. അതെങ്ങനെ കിടക്കില്ല എന്ന് കിടക്കുമ്പം ആ താളം കുറച്ച് ടൈറ്റ് ആവണം. ഞാൻ മോനെ കൊണ്ട് പാടിക്കുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ഗോട്ട് സ്ട്രെയിൻ ഇൻ യുവർ വോയിസ്. പക്ഷേ യു ഡിഡ് ഇറ്റ്, കാരണം കുറേ ഭാഗങ്ങൾ നന്നായിട്ട് പാടി കേട്ടോ. എസ്പെഷ്യലി ചരണത്തിൻ്റെ കുറേ പോർഷൻസ് നല്ല രസമായിരുന്നു പാടിയതൊക്കെ കേട്ടോ. പക്ഷേ ഈ ലാസ്റ്റിലും ഈ വെള്ളിയും സ്ക്രാച്ചും ഒക്കെ വന്നുകൊണ്ടുണ്ടായ ഒരു ചെറിയ പ്രശ്നമാണ്. ഒരു ശബ്ദം മോൻ്റെ കൺട്രോളിലല്ല, അവിടാണ്. നമ്മുടെ ശബ്ദവും ബാക്കിയെല്ലാം നമ്മുടെ ആരോഗ്യമൊക്കെ നമ്മുടെ കൺട്രോളിലാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണേൽ ഒരു പാട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ന് കൺട്രോളിലല്ലാത്തപ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ പാടിപ്പിക്കുന്നില്ല, ഒന്നുകൂടെ എടുത്തു പറയുന്നു. എന്തായാലും ഡോണ്ട് വറി മുസ്തഫ, ഇനിയുണ്ട് പാട്ടുകൾ, ടെൻഷനൊന്നും അടിക്കണ്ട. അടുത്ത പാട്ടിൽ നമ്മൾ മേക്കപ്പ് ചെയ്യും. ഇത് മോശമൊന്നുമല്ല, നന്നായിരുന്നു കേട്ടോ, നല്ല സെലക്ഷൻ, ബാക്കിയെല്ലാം നന്നായിരുന്നു. താങ്ക് യു സാർ. എന്തായാലും വിദ്യാജിയുടെ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ശരത് സർ, അപ്പോൾ എന്തൊക്കെയാലും നമ്മുടെ വിദ്യാണ്ണാച്ചിയുടെ പാട്ടെടുത്തുകൊണ്ട് വന്നതിൽ കുറേ സന്തോഷം. മോനെ നീ നന്നായിട്ട് പാടിയടാ, നന്നായിട്ട് പാടി. നിനക്ക് നിൻ്റെ തൊണ്ട ഇന്നൊന്ന് ഒതകി കിട്ടിയില്ല, അതേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ തൊണ്ടയുടെ കാര്യം താളം നീ ലയത്തിൽ നിന്ന് വിടരുത്. അതിൻ്റെ പല്ലവിയുടെ സെക്കൻഡ് ഹാഫ് അത് ആ ഗുമ്പിൽ നിൽക്കണ്ടേ,
അപ്പം അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. വെള്ളിയും വ്യാഴമൊക്കെ പോട്ടടാ, അതൊന്നും ഇപ്പോൾ ആർക്കാ വരാത്ത അത് അതൊരു കാര്യമില്ല. പക്ഷെ അത് കുറച്ചും കൂടെ നന്നാക്കാനും നിനക്ക് എന്താ ശബ്ദ സ്വാതന്ത്ര്യമില്ലെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ തൊണ്ട നമ്മുടെ കൂടെ നിന്നില്ലെങ്കിൽ മണ്ട വല്ലതും പറഞ്ഞിട്ട് അത് വരത്തില്ല. അതുണ്ടല്ലേ എക്സിക്യൂട്ട് ചെയ്യേണ്ടതുണ്ടല്ലേ, അപ്പം അത് പറ്റത്തില്ല മോനെ. അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നീ ഒരു ഉഗ്രം പാട്ടുകാരനാണ്. അപ്പം മക്കളെ ചക്കര അത്രേ ഉള്ളൂ, നീ വിഷമിക്കേണ്ട കാര്യം. നന്നായിരുന്നു കേട്ടോ. അത് ശബ്ദം ഇങ്ങനെ ഇരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിങ്ങനെ ആകാതെ സൂക്ഷിക്കുക മാക്സിമം കേട്ടോ, പരമാവധി അതിനുള്ള ശ്രമം നടത്തുക. പിന്നെ അത് എല്ലാം ഓടേ തമ്പുരാനെ അറിയാവൂ. എന്തൊക്കെ നീ പാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക. തേജസ് എന്തോ നന്നായിട്ട് തന്നെ പാടിയടാ. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ടെൻഷനൊന്നും ഇല്ലല്ലോ, ഇല്ല. കൂളായിട്ടിരിക്കും കേട്ടോ. എനിക്ക് ആകെ പിന്നെ 1-2 കാര്യങ്ങൾ എനിക്ക് തോന്നിയത്, ഒന്ന് ആ ഒരു ഹൈ റേഞ്ചിൽ വരുമ്പോഴുള്ള ഒരു സ്ട്രെയിൻ ആണ് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ തൊണ്ടക്ക് സ്ട്രെയിൻ. ഈ പാട്ട് അസലായിട്ട് പാടി. ഇത് തേജസ്സിന് ഉഗ്രനായിട്ട് പാടാൻ പറ്റുന്ന പാട്ടാണ്, അതിലൊന്നും യാതൊരു സംശയമില്ല, നോ ഡൗട്ട്. ആകെ എനിക്ക് ഫീൽ ചെയ്തത് ഈ തൊണ്ടയ്ക്ക് സ്ട്രെയിൻ ഉണ്ടായിരുന്ന സമയത്ത് ഈ പാട്ട്, കാരണം ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ സ്പോട്ട്സ് ഒക്കെ വരുന്നത് അങ്ങ് ഹൈ റേഞ്ചിലാണ്. പിന്നെ ഓ ആണെങ്കിലും ശരി, രാവേറെയായി, അതൊക്കെ അങ്ങ് ഹൈയിലാണ് കിടക്കുന്നത്. രാവേറെയായി അതിൻ്റെ അടുത്ത ലൈൻ ഒക്കെ. അപ്പോൾ ആ സമയത്ത് ചൂസ് ചെയ്യേണ്ട ഒരു പാട്ടായിരുന്നോ ഇത് എന്ന് മാത്രമേ എനിക്കൊരു സംശയമുള്ളൂ. ബാക്കി അതർവൈസ് പാട്ട് നീ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. കാര്യത്തിൽ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നീ ഒരു ഉഗ്രൻ സിംഗറാണ്, അതിലും യാതൊരു സംശയമില്ല. സമയം ഇതായിരുന്നു എന്നുള്ളത് മാത്രം കേട്ടോ. ദാറ്റ്സ് ഓൾ ദി ബെസ്റ്റ്. ചേച്ചി. തേജസ് യെസ് മാം. നന്നായി പാടി. താങ്ക് യു. ഞാൻ പറഞ്ഞ മാതിരി റിഹേഴ്സൽസ് ഒക്കെ ഞാൻ കേട്ടതാണ്. അപ്പം അതിൽ MG സാർ പറഞ്ഞ പോലെ നന്നായിട്ട് മോനെ റിഹേഴ്സൽ ചെയ്ത സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു പാടിയത്. ആ സമയത്ത് ഇത്രയും സ്ട്രെയിൻ ഇല്ല, പക്ഷെ അപ്പോഴും കുറച്ചൊരു വെള്ളി വരാനുള്ള ഒക്കെ ഒരു ടെൻഡൻസി ഉണ്ട്. അത് വെച്ചാൽ ആ ഒരു സ്ട്രെയിനിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ് പ്രാക്ടീസ് ചെയ്തിട്ട്. അപ്പം ശബ്ദം നമ്മുടെ കൂടെ ആ സമയത്ത് നിൽക്കാണ്ടിരിക്കുമ്പോൾ നമുക്കത് എന്ത് ചെയ്തിട്ടും കാര്യം വരില്ല. അതങ്ങനെയാണ്, അത് സാങ്കേതിക തടസ്സമാണല്ലോ, അതുകൊണ്ട് മോന് പാടാൻ പറ്റാത്തതുകൊണ്ടല്ലല്ലോ. തേജസ് എന്നാലും ഞാൻ കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്നു, കുറച്ചുകൂടി നമുക്ക് നന്നാക്കി എടുക്കണം. കാരണം നേരത്തെ പാടിയതിനേക്കാൾ കുറച്ച് കൂടുതൽ മിസ്റ്റേക്സ് ഇതിൽ വന്നു. സ്പെഷ്യലി നമ്മുടെ ഓന്ന് പാടിയ സ്ഥലത്ത്, ആ നീട്ടി പാടുന്നിടത്ത് ആ ശ്രുതി കുറച്ച് ചേരാനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ടയേർഡായിപ്പോയി വോയിസ്, അതാണ് സംഭവിച്ചത്. എന്തായാലും നമുക്കൊന്ന് ശക്തി കൂട്ടിയെടുക്കണം. ഓക്കെ, നന്നാവട്ടെ, റെഡിയാക്കാം നമുക്ക്. അതെ, താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. MG സാർ. 8.7. ശരത് സാർ. ഏതൊക്കെയാലും മധു അസാധ്യമായിട്ട് പാടി വെച്ചിട്ടുണ്ട്. അതെ. ആ ചക്കര പഞ്ചാര ഇപ്പൊ ചക്കര ലവിയുടാ, നീ അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. അത് നിന്റെ പാട്ടിന് ഞങ്ങളൊരു മാർക്ക് കൊടുക്കുന്നു, 8.7. ഷാനിക. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. നിന്നെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കാണുമ്പോൾ എന്തോ പോലെ കേട്ടോ. ചിൽ. Okay, so total 17.4. Okay, judges. Yes. നമുക്കിനി നമ്മൾ റിപ്പീറ്റ് ചെയ്ത റൗണ്ട്സിൽ ഒരെണ്ണം കൂടെ ബാക്കി. Folk round. Yes, folk duet round. അപ്പോ മാജിക് ബീറ്റ്സിൽ നിന്ന് വരുന്നു യശ്, മിസ്റ്റിക് രാഗാസിൽ നിന്ന് വരുന്നു ശിവനന്ദ. സൂപ്പർ. നാഗമലയിലെ നാഗദേവങ്ങളെ കാവും ഗണങ്ങളും പോറ്റുന്ന ദൈവങ്ങളെ, ഒരു കരിനാഗോ മണിനാഗോ എരിനാഗോ പച്ചനാഗോ, ഒരു നാലു മുക്കിലും പുറ്റിനുള്ളിലും കിടക്കും പോലെയേ ഇളക് ഇളകിളക് ഇളക് നാഗേ, ഇളക് ഇളകിൻ്റെ മണിശീലേ, ഇളക് ഇളകിളക്
മണിശീലേ ഇളകേ ഇളകിളകേ ഇളകേ നാഗേ ഇളകേ ഇളകിൻ്റെ മണിശീലേ അടിയാലേ വായോ നാഗേ അടിയിളകി കുടിയാലേ വായോ നാഗേ കുടിയിളകി ഇളക് ഇളകിളക് ഇളക് നാഗേ ഇളക് ഇളകിൻ്റെ മണിശീലേ മുമ്പിലെ കയ്യും കൂത്തി മുടിയൂലർത്തി ആലവട്ടം വഞ്ചാമരം വിഷും പോലെ ഇളകേ ഇളകിളകേ ഇളകേ നാഗേ ഇളകേ ഇളകിൻ്റെ മണിശീലേ ഇളകിളകിളകിളകിളകുനാകെ ഇളകിളകിളകിളകിളകിളകിള മണിശീലേ ഇളകിളകിളകിളകിളകിളകിളകിളകുനാകെ ഇളകിളകിളകിളകിളകിളകിള മണിശീലേ മണിനാഗേ ഇളകിളകേ കരിനാഗേ ഇളകിളകേ അതള മണിനാഗേ കരിനാഗേ ഇളകിളകേ ഇളകിളകിളകിളകിളകിളകിളകിളകുനാഗേ ഇളകിളകിളകിളകിളകിളകിളകിള മണിശീലേ ഇളകിളകിന്റെ ഇളകിളകിന്റെ ഇളകുനാകെ ഇളകിളകിന്റെ ഇളകിളകിന്റെ മണിശീലേ ഇളകിളകിന്റെ ഇളകിളകിന്റെ ഇളകുനാകെ ഇളകിളകിന്റെ ഇളകിളകിന്റെ മണിശീലേ ഇടംഭകം ചരിഞ്ഞടി മണ്ഡലം കൊള്ളി വലംഭകം ചുറ്റിയടി കാലങ്ങൾ കൊള്ളി നാഗേ ഇളകിളകിന്റെ ഇളകിളകിന്റെ ഇളകുനാഗേ ഇളകിളകിന്റെ ഇളകിളകിന്റെ മണിശീലേ വട്ടമിട്ടു ആടുനാകെ നടുക്കളത്തിൽ മുടി പിടിച്ചാലവട്ടം വീശും പോലെ ഇളകിളകിന്റെ ഇളകിളകിന്റെ ഇളകുനാകെ ഇളകിളകിന്റെ ഇളകിളകിന്റെ മണിശീലേ കാലത്തു കണ്ടു ഞങ്ങൾ കള്ളമെഴുതി പൂമുല്ല തറയിൽ വാഴും നാഗരാജാവേ ഇളകിളകിന്റെ ഇളകിളകിന്റെ ഇളകുനാഗേ ഇളകിളകിന്റെ ഇളകിളകിന്റെ മണിശീലേ ഇളകിളകിളകിളകിളകിളകിളകിളകുനാകെ ഇളകിളകിളകിളകിളകിളകിള മണിശീലേ ഇളകിളകിളകിളകിളകിളകിളകിളകുനാകെ ഇളകിളകിളകിളകിളകിളകിള മണിശീലേ മണിനാഗേ ഇളകിളകേ കരിനാഗേ ഇളകിളകേ അതള മണിനാഗേ കരിനാഗേ ഇളകിളകേ ഇളകിളകിളകിളകിളകിളകിളകിളകുനാഗേ ഇളകിളകിളകിളകിളകിളകിള മണിശീലേ ഇളകിളകിന്റെ ഇളകിളകിന്റെ ഇളകുനാകെ ഇളകിളകിന്റെ ഇളകിളകിന്റെ മണിശീലേ ഇളകിളകിന്റെ ഇളകിളകിന്റെ ഇളകുനാകെ ഇളകിളകിന്റെ ഇളകിളകിന്റെ മണിശീലേ പാലുണ്ട് പഴമുണ്ട് തിനകളുണ്ട് പൂപ്പുല അടിവഴും നാഗരാജാവേ ഇളകിളകിന്റെ ഇളകിളകിന്റെ ഇളകുനാഗേ ഇളകിളകിന്റെ ഇളകിളകിന്റെ മണിശീലേ ഈരേഴു ലോകത്തുള്ള നാഗരാജാവേ ഞാനിട്ട കളം കൊള്ള് പൂജകൾ കൊള്ള് ഇളകിളകിന്റെ ഇളകിളകിന്റെ ഇളകുനാകെ ഇളകിളകിന്റെ ഇളകിളകിന്റെ മണിശീലേ ഒന്നോണ്ടും മടിക്കണ്ട നാഗകന്യകേ മനമിതിൽ അടിവായു നാഗരാജാവേ ഇളകിളകിന്റെ ഇളകിളകിന്റെ ഇളകുനാഗേ ഇളകിളകിന്റെ ഇളകിളകിന്റെ മണിശീലേ ഇളകിളകിളകിളകിളകിളകിളകിളകുനാകെ ഇളകിളകിളകിളകിളകിളകിള മണിശീലേ ഇളകിളകിളകിളകിളകിളകിളകിളകുനാകെ ഇളകിളകിളകിളകിളകിളകിള മണിശീലേ മണിനാഗേ ഇളകിളകേ കരിനാഗേ ഇളകിളകേ അതള മണിനാഗേ കരിനാഗേ ഇളകിളകേ ഇളകിളകിളകിളകിളകിളകിളകിളകുനാഗേ ഇളകിളകിളകിളകിളകിളകിള മണിശീലേ ഇളകിളകിളകിളകിളകിളകിളകുനാഗേ ഇളകിളകിളകിളകിളകിളകിള മണിശീലേ ഇളകിളകിളകിളകിളകിളകിളകുനാഗേ ഇളകിളകിളകിളകിളകിളകിള മണിശീലേ സൂപ്പർ ഒരു രക്ഷയില്ല. സൂപ്പർ സൂപ്പർ. മാജിക് ബീറ്റ്സ് ആൻഡ് മിസ്റ്റിക് രാഗ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അടിപൊളി.
സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ആ ഒരു എനർജി വിത്ത് ഡാൻസേഴ്സ് കൂടെ ആയപ്പോഴേക്കും വൻ വൈബായിരുന്നു അല്ലേ? സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? പിന്നെ തീർച്ചയായും. ആ പേര് പറയോ? ജനാർദ്ദനൻ. ജനാർദ്ദനൻ. ജനാർദ്ദൻ എവിടെ വീട്? ആലുവ. ആലുവയില്. ആലുവ. ചേട്ടൻ 20 വർഷമായിട്ട് ഈ വേഷം ചെയ്യുന്നുണ്ട് കേട്ടോ. വണ്ടർഫുൾ. 20 years. വളരെ മനോഹരമായിരുന്നു ജനാർദ്ദനൻ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. മനോഹരമായിരുന്നു ഈ മ്യൂസിക്കിന്റെ ഇടയില് അങ്ങ് കേറി വന്നതും. അതെ. മനോഹരമായി, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കറക്റ്റ് ആയിരുന്നു. അത് കാണാനും അതിമനോഹരമായിരുന്നു. ബ്യൂട്ടിഫുൾ. താങ്ക് യു. അതിൽ ഒരുപാട് താങ്ക് യു സന്തോഷം. ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഈ വേഷം ഇത്രയും ചെയ്യാൻ വേണ്ടി കുറെ സമയം എടുക്കുവോ? ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ 2 മണിക്കൂർ എടുക്കും. അത്രയും വരും. ഇത് ചെയ്യുമ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വ്രതം എടുക്കുന്ന അതുപോലെ അല്ലെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു 21 ദിവസം വ്രതം ഉണ്ടോ? വ്രതം എടുക്കും. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ നമ്മുടെ ആ ഒരു കൊറിയോഗ്രാഫി ടീം, നമ്മുടെ ഷാഹുലേന്റെ ടീമിന് ഒരു വലിയ കൈയടി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അവര് എത്ര എനർജി എടുത്തിട്ടാണ് ഫുൾ ഇത് കളർഫുൾ ആക്കി തന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷാഹുൽ, താങ്ക് യു. ഓക്കെ, യശ്. എന്തോ യശിന്റെ ശബ്ദമല്ല ഞങ്ങൾ കേട്ടത്, വേറെ ആരുടെയോ ശബ്ദം. ആണോ? ആ, യശ് അത് മനോഹരായിരുന്നു. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ശിവനന്ദ സടകുടഞ്ഞങ്ങ് എഴുന്നേറ്റ് ശിവൻ. അല്ല, ശിവനന്ദയ്ക്ക് പിന്നെ ഇങ്ങനത്തെ ഒരു ജോണറൊക്കെ പാടാൻ അറിയാം, ഭയങ്കര അറിയാം. ഇഷ്ടമുള്ള ഒരാളാണ്. എക്സ്ട്രാ എഫക്ട് ഇട്ടു. അതെ, കാരണം പാടിക്കൊണ്ടിരിക്കുമ്പോ എല്ലാം ഒരു വിരല് അതെപ്പോഴും ഉള്ളതാ ശിവനന്ദയ്ക്ക്. ആണല്ലേ? പക്ഷെ സൂപ്പർ ആയിരുന്നു. അസലായിട്ട് ലാസ്റ്റ് ഒക്കെ രണ്ടുപേരും, സ്പീഡൊക്കെ രണ്ടുപേരും. അടിപൊളിയായിരുന്നു. സൂപ്പർ. ഓക്കെ, നമുക്ക് ചോദിക്കാം. ചേച്ചി, യശ് ആൻഡ് ശിവനന്ദ പൊളിച്ചടിക്ക്. അതുപോലെ ആദ്യം തന്നെ നമ്മുടെ സൂപ്പർ ഓർക്കസ്ട്രയ്ക്ക് ഒരു വലിയ കയ്യടി കൊടുക്കട്ടെ. അതിമനോഹരായിരുന്നു. ആഹാ, ഇളകിളകിളകിളകിളകിള അതൊക്കെ നമ്മള് എനിക്ക് രസിച്ചു. ഉഗ്രനായിരുന്നു. അതിന്റെ കൂട്ടത്തില് ഈ ഡാൻസേഴ്സും എല്ലാം വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ഇപ്പോഴും ഈ ഗ്രാഫിക്സ് കാണുമ്പോൾ നമ്മൾ ശരിക്കും ഒരു കാവിലെത്തിയ പോലെയൊക്കെ ഒരു ഫീലിംഗ് ആണ്. യശ് മനോഹരമായിട്ടുണ്ട്. യശിൻ്റെ ഡ്രസ്സിങ് ആയാലും യശ് കൊടുത്ത ഒരു ഹാർഡ് വർക്ക്, ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ആ വോയിസ് ടോണില്. ഫാന്റാസ്റ്റിക് ആയിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു യശാണോ ഈ പാടുന്നത്? മനോഹരായിരുന്നു. താങ്ക് യു സോ മച്ച്. ഒന്ന് കേക്കട്ടെ, ഇളകിളകിളകൊന്ന് കേക്കട്ടെ. നല്ല രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ഐശ്വര്യമുണ്ട് കാണാനും. എല്ലാം നന്നായിരിക്കട്ടെ. അതുപോലെ ശിവനന്ദ മനോഹരമായിട്ട് പാടി, നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് രണ്ടുപേരും ഒരുമിച്ച് വോയിസ്, രണ്ടുപേരുടെ വോയിസും നല്ലപോലെ മാച്ച് ചെയ്ത് പോയി. നല്ല രസമുണ്ടായിരുന്നു. ടോട്ടലി ഇതൊരു വിഷ്വൽ പെർഫോമൻസ്, വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു സോ മച്ച് ഇത്ര മനോഹരമായ ഒരു പാട്ട് ഇവിടെ കൊണ്ടുവന്നതിന് രണ്ടുപേരും. ഗോഡ് ബ്ലെസ് യു ബോത്ത്. ഷാനിക്ക. യെസ് സർ, കലക്കിയടാ. താങ്ക് യു, താങ്ക് യു സർ. ഐ എം സോ പ്രൗഡ് ഓഫ് യു. എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ യശ്, അത് തന്നെ ഭയങ്കര വലിയൊരു കാര്യം. യുനോ, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് മ്യൂസിക്, ഡിഫറെൻറ്റ് ജോണർ ഓഫ് മ്യൂസിക്, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ. അത് ഇവിടെ വന്നു കഴിയുമ്പോൾ അതൊരു ഫോസ്റ്റ് സംഭവമാണ്. നമ്മളിത് ചെയ്തേ പറ്റൂ. പക്ഷെ അഗൈൻ അതിനോട് 100% നീതി പുലർത്താൻ യശിന് പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഉഗ്രനായിട്ട് പാടി. ആൻഡ് ശിവനന്ദ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ. ഒരു ഭയങ്കര പവർ പാക്ഡ് സംഭവം ഇത്. എന്താ പറയാ, പിന്നെ മഞ്ജരി പറഞ്ഞ ഒരു വിഷ്വൽ ട്രീറ്റ് ഡെഫിനറ്റ്ലി യെസ്. പക്ഷെ ഭയങ്കര ഒരു ട്രാൻസ് മൂഡ് ഉണ്ടായിരുന്നു. ഭയങ്കര ട്രാൻസ്, പ്രത്യേകിച്ച് ഈവൻ കോറസ് പോലും നിങ്ങൾ എല്ലാവരും കൂടെ ഈ ഇളകി 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 അത് ഇൻ സിങ്ക് ആയിരുന്നു. ഇൻ സിങ്ക്, ഓൺ ബീറ്റ്. ഓരോരുത്തരും ഒരാൾ പോലും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല. എല്ലാം ഓൺ ബാർ, ഓൺ ബീറ്റ്. കൃത്യമായിട്ട് കൃത്യമായിട്ടായിരുന്നു എല്ലാവരും പാടിയത്. കോറസ് ടീം നിങ്ങൾക്ക് എല്ലാവർക്കും ഹാറ്റ്സ് ഓഫ്. അതുപോലെ തന്നെ ഓർക്കസ്ട്ര കാലക്കി. വൺ ട്രീറ്റ് ആയിരുന്നു, വൺ ട്രീറ്റ്. അതുപോലെ അഗൈൻ യശ്, ശിവനന്ദ രണ്ടുപേരും കാലക്കി തിമിർത്ത്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. ഒരു നിവൃത്തിയില്ല. പിന്നെ ഞാനേ എനിക്ക് ഈ ശബ്ദം ഇഷ്ടമാണ്. ഓ, നല്ലൊരു റൊമാൻറ്റിക് പാട്ട് പാടിക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നപ്പോൾ ഇത് പാടി. ഞാൻ എനിക്കില്ല, ചാൻസ് ഇല്ല. ഇനി ഇങ്ങനെയുള്ള പാട്ടേ പാടിക്കത്തുള്ളൂ.
ഓക്കെ സാർ എല്ലാത്തിനും ഓക്കെ യക്ഷേ കാര്യം നമ്മൾ യഷിൽ നിന്ന് ഇങ്ങനെ ഒരു ഐറ്റം പ്രതീക്ഷിക്കുന്നില്ല. ഇത് കുളമാകും എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷെ അസാധ്യമായിട്ട് പാടി താങ്ക് യു സാർ. തകർത്തു. അതുപോലെ തന്നെ ശിവനന്ദ കട്ടയ്ക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ തുടക്കത്തിലൊരു കുഴപ്പമുണ്ടായിരുന്നു. ആ ക്രോമാറ്റിക് യക്ഷന് ശരിയായില്ല. അത് നമ്മുടെ ശിവനന്ദയ്ക്കാണെങ്കിൽ അത് അങ്ങോട്ടും ചേർന്നതുമില്ല. അത് കുഴപ്പം. പക്ഷെ അത് നിങ്ങൾക്ക് കണ്ണ് കിട്ടാതിരിക്കും. എനിക്ക് തോന്നുന്നു പാറു ഈ ഒരു ഡ്യുവറ്റ് പെർഫോമൻസിൽ ദ ബെസ്റ്റ് പെർഫോമൻസ് ഇത് തന്നെയാണ്. അതിൽ ഒരു 100%. കാര്യം അത് നമുക്കിപ്പോൾ ഷാൻ പറഞ്ഞ ഒരു കാര്യം വളരെ അത് നമുക്ക് നിങ്ങളുടെ ആ ഒരു സംഭവം നമ്മുടെ ഇതൊക്കെ കുറച്ചും കൂടെ ഒക്കെ പാടിയെന്ന് ഞങ്ങൾക്ക് എണീച്ച് തുള്ളിയാണ് അവിടെ ആ ലെവലിൽ. അപ്പോൾ അത് ഒരു ഭീകരമായിരുന്നു. അത് വണ്ടർഫുൾ. അത് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞോളാം. ഉഗ്രമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് പാടുന്ന ആ ഇളകും ഞങ്ങളൊക്കെ ഇളകിപ്പോയി കേട്ടോ. വല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ ഒന്നും പറയാനില്ലടാ. താങ്ക് യു താങ്ക് യു സർ. MT സർ. യഷ് ആൻഡ് ശിവനന്ദ സാർ. രൂപത്തിലും ഭാവത്തിലും എല്ലാത്തിലും മാറ്റി പിടിച്ചോണ്ടൊരു അത്യുഗ്ര പ്രകടനം. ഗംഭീര വെടിക്കെട്ട്. അതിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ എവിടെ നിൽക്കുന്നറിയോ? നിങ്ങൾ പാടി ഞങ്ങളെ ഇളകള കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മളെ ഇളകി മറിഞ്ഞേനെ. ബാക്ക്ഗ്രൗണ്ട് ആ LED കാണുന്ന സംഭവങ്ങളും ഡാൻസേഴ്സും പിന്നെ വന്ന തെയ്യം ഉണ്ടല്ലോ ജനാർദ്ദനൻ സാർ. ആ ജനാർദ്ദനും അവരെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഇതിന് മാറ്റു കൂട്ടി. പിന്നെ യഷിൻ്റെ ഇവരെല്ലാം പറഞ്ഞ പോലത്തെ ഞാൻ കുറച്ചു നേരം വിചാരിച്ചത് ഈ മെയിൽ സൗണ്ട് അവിടെ കോറസിൻ്റെ ഇടയിൽ നിന്നാണോ ഇനി വരുന്നത് അതോ യഷാണോ എന്നൊക്കെ ചെറിയ സംശയം തോന്നി. അപ്പോൾ യഷ് മാറ്റി പിടിച്ചു. അതെ സർ. അതുപോലെ തന്നെ ശിവനന്ദയും 2 പേരും തോപ്പം നിന്ന് പാടിയിട്ടാ. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ ഓർക്കസ്ട്രയും കൂടെ ചേർന്ന് വന്നപ്പോൾ ആഹാ അതൊരു ഒന്നൊന്നര സംഭവം തന്നെയായിരുന്നു. ടോട്ടലി ഇറ്റ് വാസ് എ വിഷ്വൽ ആൻഡ് മ്യൂസിക്കൽ ആൻഡ് എവറിത്തിങ്. കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് ഇതൊരു വലിയ ഒരു പാൽപ്പായസം തന്നെയാണ്. കാരണം സംശയമില്ല, നിങ്ങൾ തിമിർത്ത് അടിച്ച് കിളച്ച് പിന്നെന്താ കപ്പ വെച്ചു ഉഴുത് മറിച്ചു. സൂപ്പർ. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. റെഡി? ആദ്യം നമുക്ക് മിസ്റ്റിക് രാഗാസിന്റെ മാർക്സ് ചോദിക്കാം. MT സർ. ഞാൻ സത്യം പറഞ്ഞാൽ പേന കൈകൊണ്ട് തൊട്ടില്ല. 1. 2, ഇതിനകത്ത് മിസ്റ്റേക്സ് ഇല്ല. ഇതൊരു പ്രമദവനമോ അല്ലെന്നുണ്ടെങ്കിൽ ഗംഗയൊന്നും അല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിലും ഉള്ളത് അതിമനോഹരമായിട്ട് പാടി ഫലിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് വേറൊരു വൈബാണ്. ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥിതിയിൽ ഞാൻ എന്തിനാണ് കുറയ്ക്കണം? ചകാ 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 ചക. ശരത് സർ. ചകാ 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 10. ഷാനിക്ക. പിന്നെ ഞാനെന്തിനാ ഉറങ്ങണേ? അപ്പൊ ടോട്ടൽ 20. സൂപ്പർ. ഇനി മാജിക് ബീറ്റ്സിന്റെ യഷിന്റെ മാർക്ക്. MT സർ. യഷിന് 10. താങ്ക് യു സർ. ശരത് സർ. 10. ചേച്ചി. പിന്നെ ഞാനായിട്ട് എന്തിനു കുറക്കണം? ഓക്കെ, അപ്പൊ യഷിനും ടോട്ടൽ 20. അപ്പൊ 2 പേരും. ഓക്കെ ജഡ്ജസ്. അങ്ങനെ നമ്മുടെ 3 റൗണ്ട്സും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ഇനി പോകെ ആർക്കാണ് നമ്മുടെ അമൃതവേണിയുടെ ഈ പണപ്പെട്ടി കിട്ടുക എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പൊ എന്തായാലും ഇപ്പോ ആരാണ് ടോപ്പ് നിൽക്കുന്നതെന്ന് നമ്മൾ അറിയാൻ പോവാണ്. UGS ഗോൾഡ് ലോൺ മിസ്റ്റിക് രാഗാസ് ആണോ അതോ ഈസ്റ്റേൺ മാജിക് ബീറ്റ്സ് ആണോ എന്ന് നമ്മൾ അറിയാൻ പോകുന്നു. ഓക്കെ, മാജിക് ബീറ്റ്സിന്റെ ടോട്ടൽ 383.5 and മിസ്റ്റിക് രാഗാസിന്റെ 365.3. ഗുഡ്.
ആദ്യം 22, പിന്നെ 15, ഇപ്പൊ 18. 18 ചെറിയ ഡിഫറൻസ് കുഞ്ഞു കുഞ്ഞു ഡിഫറൻസ് ആണ്. അതെ അല്ല അത് കുഴപ്പമില്ല. വേണം, അങ്ങനെ ഉണ്ടെങ്കിലേ അതിന്റെ ഒരു കോമ്പറ്റേറ്റീവ് അതെ. സ്പിരിറ്റ് വരിക. നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം കാണുമ്പോഴത്തേക്ക് ഇനി ആരാകും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരിക. ആരാകും ഇതൊക്കെ നമ്മുടെ വേണ്ടേ? പണപ്പെട്ടി അമൃതവേണിയുടെ പണപ്പെട്ടി കൊണ്ടുപോകും. ആരുമില്ല, ഞാൻ കൊണ്ടുപോകും. എന്തായാലും ഗുഡ് ജോബ് ഗൈസ്.